നമുക്ക് ഈ സീരിയലിൽ നിന്നൊന്നും വലിയ ലാഭമൊന്നുമില്ല കേട്ടോ. ലാഭമില്ല. ലാഭമൊന്നും അങ്ങനൊന്നുമില്ല, വളരെ തുച്ഛമായിട്ടുള്ള ഇതൊക്കെ ഉള്ളൂ. ഇന്ന് സ്വാതന്ത്ര്യം 2 സീരിയൽ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കും, ഓ ഈ പ്രൊഡ്യൂസറിന് ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കോടികൾ ഉണ്ടാക്കുന്നു, സീരിയൽ ലാഭം ഇരട്ടി ഇരട്ടിയായി വരുന്നു. എന്താ അവരോട് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം, ശ്യാമാംബരം സി കേരളത്തിൻ്റെ വലിയ നല്ല സീരിയലായിരുന്നു, റേറ്റിംഗ് നല്ലതായിട്ടുണ്ട്. 600 സംതിങ് എപ്പിസോഡ് പോയി. ഓക്കെ. എനിക്ക് സിംഗിൾ റുപ്പി അതിനകത്ത് നിന്ന് ലാഭം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല പ്രൊഡ്യൂസർ എന്ന നിലയിൽ. നഷ്ടമായിരുന്നു ആ പ്രോജക്റ്റ്. കാരണം ഇനിഷ്യൽ എമൗണ്ട് അതിന് കൂടുതലായിരുന്നു. ആ പ്രോജക്റ്റിന് ഇനിഷ്യൽ എമൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു. എന്നാലും ആളുകൾ ചിന്തിക്കുമ്പം വലിയൊരു ചോദ്യം അപ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്നത്, എപ്പിസോഡ് അത്രയും കവറായില്ലേ? കവറായി, പക്ഷെ അതൊരു 1000 എബവ് വന്നാലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ആയിരുന്നു. കാരണം പിന്നെ പറയുന്ന പോലെ ആർട്ടിസ്റ്റ് കോസ്റ്റ് ഡിപ്പെൻസ് ആണ് കേട്ടോ. നമ്മൾ പ്രോജക്റ്റ് ഡിപ്പെൻസ് ആണ് ഒരു മാർജിൻ വരിക എന്നുള്ളത്. പക്ഷേ സ്വാതന്ത്ര്യം 2 എനിക്ക് അങ്ങനെയല്ല. എനിക്ക് കുറച്ച് ഇപ്പോൾ മാർജിൻ ആയിട്ടില്ല, മാർജിൻ മീൻസ് ബ്രേക്ക് ഈവൻ ആയിട്ടില്ല, പക്ഷേ അതൊരു കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ബ്രേക്ക് ഈവൻ ആകും. അത് മറ്റേതാണെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു, കുറേ കൂടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഒരു സീരിയൽ കൊണ്ടൊന്നും കോടികൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ദൈവമേ, ഇതൊക്കെ ആരാ പറയുന്നേ? ഒരുപാട് ചെറുപ്പക്കാരെ സിനിമ ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റായിട്ട് നടക്കുന്നവരുണ്ട്. അത് 10-20 വർഷം വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അവരിലേക്കൊന്നും പ്രൊഡ്യൂസർ എത്തുന്നില്ല, കാരണം വലിയ വലിയ ആക്ടേഴ്സ് വേണം, ആക്ടർമാർ വേണം. ഇപ്പം ചേച്ചിയുടെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് വരുമ്പോൾ ചേച്ചി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ചെറുപ്പക്കാരനൊരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്, ഓഫീസിൽ വരാറുണ്ട്. ഒരുപാട് പേര് വരാറുണ്ട്, ഒരുപാട് പയ്യന്മാർ വരാറുണ്ട്. ചിലത് സ്ക്രിപ്റ്റ് വൈസ് ഫ്ലോപ്പായിരിക്കും പലതും, പക്ഷെ മനസ്സിലാവും. അതെ ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം എനിക്ക് 2 ആമക്കളുള്ളത് കൊണ്ട്, യങ്സ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് അവരുടെ ഒരു പൾസ് എനിക്കറിയാം. ഏത് തരം സിനിമയാണ് ഇഷ്ടപ്പെടുന്നത്, ഏത് ലെവലിൽ ചിന്തിക്കും. പിന്നെ അതേപോലെ ഫാമിലി, എന്നെപ്പോലുള്ള ഫാമിലി ഏജ് ഉള്ളവർ, അവർ ഏത് ലെവലിൽ ചിന്തിക്കുക, അവരേത് സിനിമയാണ് പിന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത്, അവരേത് സിനിമ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ 2-3 തരത്തിലുള്ള ഒരു പിന്നെ പ്രേക്ഷകരുടെ ഒരു പൾസ് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ പയ്യന്മാർ വരുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഞാൻ അപ്പം എൻ്റെ മോനെ ആലോചിക്കും, ദൈവമേ എൻ്റെ മോൻ ഇതുപോലെ എങ്ങനെ എവിടെയെങ്കിലും പോയാൽ അവനത് നടന്നില്ല, ആ കാര്യം നടന്നില്ലെങ്കിൽ എന്ത് വിഷമമായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കും. കുറേ പേര് അല്ല, നമ്മളങ്ങനെ കഥ പറയുന്നു. പിന്നെ എന്തെങ്കിലും അതിനകത്ത് കറക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ അവരെ തന്നെ ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സിനിമ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് കൊടുത്ത് സിനിമ ആയിട്ടുണ്ട്. 2 സിനിമ അങ്ങനെ വന്നിട്ടുണ്ട്. അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്ക് അന്നേരം ഈ പയ്യന്മാരുടെ അവരുടെ ഒരു ഭയങ്കര ഡ്രീമാണ് ഈ സംഭവം. അവരുടെ ഒരു വന്ന് കഥ പറയുമ്പോഴുള്ള ഒരു ആകാംക്ഷയും, അവരാ കഥ പറയുമ്പം അത് അവരുടെ മനസ്സിൽ ഞാനത് എടുക്കും എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും അവർ വരുന്നത്. അത് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും, അങ്ങനത്തെ ഉള്ള കാര്യം. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന പയ്യന്മാരെ ഞാൻ വേറെ കണക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ സിനിമയാകും. ഇത്രയും പാവത്താനായ ചേച്ചിക്ക് ഒരു പ്രൊഡ്യൂസർ ആകാൻ പറ്റുമോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്? അത് നമ്മളെ ഇല്ലാണ്ടാക്കത്തല്ലേ ഉള്ളൂ. ദേഷ്യം വരുത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യമൊക്കെ വരും, പക്ഷെ ഭയങ്കര ദേഷ്യമൊക്കെ വരും. അതെൻ്റെ പിള്ളേരുടെ അടുത്തൊക്കെ ഉഗ്രം ദേഷ്യമൊക്കെ വരും. പക്ഷേ ഞാൻ പിന്നീട് അറിയും, ഞാൻ എന്തിനാണ് ഇത്രയും കിടന്ന് എൻ്റെ എനർജി കളഞ്ഞ? അത് നമ്മളെ ഇല്ലാണ്ടാക്കത്തുള്ളൂ, നമ്മുടെ എനർജി നഷ്ടപ്പെടുകയാണ്, നമ്മളിലേക്ക് നെഗറ്റീവ് കയറുകയാണ് ആ ദേഷ്യപ്പെടുന്ന അത്രയും സമയം. ആ സമയത്ത് സൈലൻ്റായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെയെന്ന് ഞാൻ തന്നെ ചിന്തിക്കും. പിന്നെ ഈ പറയുന്ന പോലെ എന്താണെന്നറിയോ, രാവിലെ 6:30 ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പല വിഭാഗങ്ങളും ഷൂട്ട് 9:30 തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പല വിഭാഗം ആൾക്കാരും 11 മണി എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് ഒരു 11 മണി 11:30 ആകുമ്പോഴാണ് ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ ഇവർ കിടക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി വീണ്ടും രാവിലെ 5 മണിക്ക് എണീക്കണം. ഇത് കഴിഞ്ഞ് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരങ്ങ് ട്രെയിൻഡ് ആവും, എനർജി ഇല്ലാണ്ടാവും. ഞാൻ എപ്പോഴും ഡയറക്ടറെ അടുത്ത് പറയും, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഒരു 9 മണി മാക്സിമം നിർത്തും. 8 മണി കഴിഞ്ഞാൽ ഇവർ എനർജി ഇല്ല. അങ്ങനെ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് കാണിച്ചെന്നിരിക്കാം. അതൊക്കെ ഞാൻ അങ്ങനെ കാണാൻ ഡയറക്ടറോട് ഞാൻ പറയും, അത് നമ്മളൊരു തെറ്റായിട്ട് എടുക്കരുത്.
ഒരു രാവിലെ തൊട്ട് ലൈറ്റ് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു മറ്റേത് ചെയ്യുന്നു മറിച്ച്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ടെൻഷനും സ്ട്രെയിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂട് ക്ലൈമറ്റൊക്കെ ചൂടാണെങ്കിൽ അത് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ അങ്ങനെ അങ്ങ് കണ്ടാൽ പോരെ. നമ്മുടെ പിള്ളേരും നമ്മുടെ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തതിന് നമ്മളോട് ദേഷ്യം കാണിക്കാറില്ലേ? അതെ. എന്നാലും ഞാൻ പറയും മോനെ ഇതൊന്നും പാടില്ല കേട്ടോ. നിൽക്കും. അങ്ങനെ ആർക്കും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ വഴക്ക് പറഞ്ഞാലും ആർക്കും പ്രശ്നമില്ല, വഴക്ക് പറഞ്ഞാലും ആരും പിണങ്ങി പോകത്തില്ല. അങ്ങനെയുണ്ട്. ഞാൻ പിണങ്ങി പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത്. എടാ നീയൊക്കെ പോകുന്നില്ല, ഞാൻ ഇന്നലെ വന്ന് നിന്നെ വഴക്ക് പറഞ്ഞില്ല, നീ പോകാത്ത എന്ത് എന്തായാലും ചിരിച്ചോണ്ട് പോകും. അങ്ങനൊന്നും ഉള്ള ഇതില്ല. ചേച്ചി, നമ്മുടെ ഒരു അമ്മയുടെ ഒരു അച്ഛൻ്റെ ഒക്കെ ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞാൽ ഈ സീരിയലിന് നിലനിൽപ്പുണ്ടോ? ഇപ്പം വീടുകളിൽ പോയാലും നമ്മുടെ അമ്മയപ്പന്മാരെ കാണത്തുള്ളൂ സീരിയലല്ലേ. ഒരിക്കലും ചേച്ചിയുടെ മോനോ അല്ലെ എനിക്കുള്ള മക്കളോ കാണത്തില്ല. ഇവരെ എന്റെ മക്കളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ ട്രോൾ ചെയ്യല്ലേ. ഈ രണ്ടാമക്കള് ട്രോൾ ചെയ്യാണ് സത്യം പറഞ്ഞ. അമ്മ എന്തമ്മ ഈ കഥയൊക്കെ, സ്വാതന്ത്ര്യം ജൂവിൻ്റെ അല്ല അതിന് മുന്നേ ഉള്ള അമ്മ എന്തമ്മ ഈ കഥയൊക്കെ എന്നാ ആൾക്കാരമ്മ ട്രോൾ ചെയ്ത് കൊല്ലും, അമ്മ വേറെ എന്തെങ്കിലും ചെയ്തു കൂടെ അമ്മയ്ക്ക്. അപ്പൊ ഞാൻ ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളയും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നും കാണാൻ ആളുകളുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. എൻ്റെ ഈ ഇവിടെ നിൽക്കുന്ന മെയ്ഡില്ലേ ഓമന ചേച്ചി 6:30 വിളക്കത്തിക്കാൻ വന്ന് TV ഓൺ ചെയ്തിട്ടിട്ടാ. 6 മണിക്ക് വിളക്കത്തിക്കാൻ പോയി. എൻ്റെ അമ്മ നാമം ചെല്ലുന്നത് TV ഓൺ ചെയ്തിട്ടിട്ടാ. ഇത് തന്നെ എൻ്റെ അമ്മയും പപ്പയും ഇവ UK വിസിറ്റിങ്ങിന് പോയേക്കുവാ. ഇവർക്ക് കറങ്ങാനൊന്നും പോകണ്ട, 6 മണിയാകുമ്പോൾ ഓണാക്കും. ഇവർക്കൊന്നും എങ്ങും പോകാനില്ലല്ലോ. ശരിക്കും ഈ സീരിയലെന്ന് പറഞ്ഞാൽ ഒരു എബവ് 40 മെയിൽ ആൻഡ് ഫീമെയിൽ അവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവരല്ലാതെ എന്ത് ചെയ്യാനാണ്? അവർക്ക് പുറത്തു പോയി ഒന്ന് എൻജോയ് ചെയ്യാനുള്ള അവസരമില്ല, വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ഒരു ഉല്ലാസം കണ്ടെത്തുന്ന 6 മണി തൊട്ടാണ്. 6 മണി തൊട്ട് എൻ്റെ നാട്ടിലെ വീട്ടിലൊക്കെ പണ്ട് വലിയച്ഛനുള്ളപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മണി വരെ നമ്മൾ തിരുവനന്തപുരത്തു നിന്നൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും ഒന്ന് വന്നോ നോക്കിയിട്ട് പിന്നെയും TV യിലോട്ട് നോക്കിയിരിക്കുന്നല്ലോ. 9:30 കഴിയാതെ ആ വീട്ടിൽ ഞാൻ കയറാറില്ലായിരുന്നു പിന്നെ. കാരണം വെച്ചാൽ അവർക്ക് TV കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓരോ ദിവസത്തെ 6 മണി 5 മണി ആകുമ്പോഴത്തെ കുളി എല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഒരുക്കി വെച്ച് ഈ സീരിയൽ കാണാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ് അവിടെ. ആ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഒരു ഇരിപ്പിരുന്നാൽ പിന്നെ 9:30 10 മണി വരെ അതിൻ്റെ മുന്നിലാണ്. അപ്പോൾ അത്രയും സമയം അവർക്ക് പോയി കിട്ടുകയാണ്. പിന്നെ ആവശ്യമില്ലാത്ത ഞാൻ ആലോചിക്കുക ആവശ്യമില്ലാത്ത ചിന്താഗതികളും വരത്തില്ലല്ലോ. അത്രയും സമയം ഇതുമായിട്ട് അങ്ങ് എൻജോയ് ചെയ്ത് പോവല്ലോ. അല്ലെങ്കിൽ മറ്റേത് മറിച്ചത് അങ്ങനെയുള്ള പല വേണ്ടാത്ത ചിന്താഗതികൾ വരുമല്ലോ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ചേച്ചിമാരൊക്കെ സ്വന്തം അയലോക്കത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അറിയത്തില്ല. അതിലുപരി സീരിയലില് ഭാര്യയെ കരഞ്ഞ് അങ്ങ് കരച്ചില്ല. ഇത് എവിടുന്നാണ് ഈ കരച്ചിലൊക്കെ വരുന്നത്? അത് ഞങ്ങളുടെ ഒരു ടാക്ടിക്കാണ്. പിന്നെ ഞങ്ങൾക്ക് മാത്രം അറിയുന്ന രഹസ്യം, ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. കാരണം വെച്ചാൽ സീരിയൽ ഇപ്പം ഒരു റിയാക്ഷൻ ഇടുമ്പം ഒരാൾ വിഷമിക്കുന്നൊരു കാര്യം റിയാക്ഷൻ ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് അത് കരയുന്നതിനൊരു മീറ്ററുണ്ട്. അവരുടെ റിയാക്ഷൻ കരച്ചിലായിരിക്കും. ആ കരച്ചിൽ ഒരു മീറ്ററിന് മുന്നേ അത് RR കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിയായിട്ട് ഉള്ള അജിക്കത് കരച്ചിൽ വരത്തില്ല, കണ്ണ് നിറയത്തില്ല. ആ മീറ്റർ അങ്ങനെയുണ്ട്. ആ മീറ്റർ ഫുള്ള് പോയെങ്കിൽ RR ആ എക്സ്പ്രഷൻ്റെ കൂടെ RRൻ്റെ മീറ്റർ ഫുള്ള് പോയാൽ പ്രേക്ഷകയായിട്ടുള്ള ഞാനാണെങ്കിൽ എനിക്ക് കണ്ണ് നിറയും, ഉറപ്പായിട്ടും നിറയും. കാലഘട്ടങ്ങൾ കുറേ ആയെങ്കിലും ഇപ്പോഴും അടുക്കളയിൽ അമ്മമാരെന്നാ സീരിയലില് സാരി ഉടുത്തിരിക്കുന്നേ, അതിനൊരു മാറ്റം വരുത്തണ്ടേ? പട്ടുസാരി അല്ലേ? ഞാനിപ്പോൾ എൻ്റെ സീരിയലിൽ ഇല്ല. ഇപ്പം ഞാൻ അത് നിർത്തി. 2 സീരിയൽ കൊണ്ട് ഞാൻ നിർത്തി. 2 സീരിയൽ വലിയൊരു ഉപകാരമാണ്. അതെന്താണെന്നറിയോ, ഞാൻ അവിടെ ഇരിക്കും സീരിയൽ കാണാൻ. അപ്പം എൻ്റെ ഇളയ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് അവൻ്റെ റൂം അപ്പുറത്താണ്. അപ്പോൾ പാസ് ചെയ്യുന്ന വഴിയുടെ ഇതിലാണ് TV ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു എന്തു അമ്മ ഇത്, പട്ടുസാരി ഇട്ട് 3 മാല കൊടുത്ത് മുല്ലപ്പൂവും ചുറ്റി അടുക്കളക്കകത്ത് നിന്ന് കുക്ക് ചെയ്യുന്നു. പക്ഷെ എന്താ അമ്മ ഇത് എന്ന് ചോദിച്ചു. നമ്മൾ ഭയങ്കര പുച്ഛത്തോട് പറഞ്ഞു ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊക്കെ പോകും. അപ്പം ഞാനും ആലോചിച്ചു. കാരണം വെച്ചാൽ ഇപ്പം 2 സീരിയൽ ചെയ്തത് നാച്ചുറലായിട്ടാണ് ചെയ്തത്. ഈ നെക്ലേസ് ഉണ്ടക്കെട്ടും വട്ടത്തി പൂവൊന്നും വെക്കാതെ സാന്ത്വനം പക്ക നാച്ചുറലാണ്. അതിന് മുന്നേ ഉള്ളത് സെമി നാച്ചുറലായിട്ടാണ് ചെയ്തത്. പിന്നെ ചില ചാനലിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് കേട്ടോ, ചെയ്യണം എന്നുള്ളത്. ആ ചാനലിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ എഗ്രി ചെയ്തേ പറ്റുള്ളൂ. അപ്പം പിന്നെ ഞാനായതുകൊണ്ട് ഒരുപാട് അങ്ങ്
എൻ്റെ അടുത്ത് അങ്ങനെ പറയത്തില്ല, എന്നാലും അവർ സൂചിപ്പിക്കും. പക്ഷെ നമ്മളൊരു ഇൻ ബിറ്റ്വീൻ അവരുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗെറ്റപ്പിലേക്ക് ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകും. എന്നാലും ചേച്ചി മാറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ചേച്ചി സാന്ത്വനം ടു മാറ്റം എല്ലാം നല്ല നോർമൽ കോസ്റ്റ്യൂമാണ്. മാറ്റി ആ